നാരങ്ങ അറിയാത്തതായിട്ട് ആരുമില്ല. നാരങ്ങ കൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. ദാഹമകറ്റാനുള്ള നാരങ്ങ വെള്ളവും നാരങ്ങയും എല്ലാം ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെ അടങ്ങിയതാണ്. വിഷാംശം നീക്കുന്ന ഒന്നാണ് നാരങ്ങ. നാരങ്ങയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ടാണ് വിഷം കളയാൻ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, വൈറ്റമിൻ സിയുടെ നല്ല ഒന്നാന്തരം ഉറവിടം കൂടിയാണ് നാരങ്ങ. പൂജകളിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇത്. നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കാനുള്ള കഴിവ് നാരങ്ങയ്ക്കുണ്ട്. വേൽമുരുകന് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് നാരങ്ങ. ശൂലം കുത്തിയ ശേഷം നാരങ്ങയും ഭസ്മവും ഇട്ടാൽ വേദന അറിയില്ലെന്ന് പറയപ്പെടുന്നു. നാരങ്ങാമാലയും നാരങ്ങ വിളക്കും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ്. ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനും നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കാനും വാഹന പൂജയ്ക്ക് ശേഷം വാഹനം നാരങ്ങയുടെ മുകളിലൂടെ കയറ്റിയിറക്കുന്നുണ്ട്. വാഹനത്തിൽ നാരങ്ങ തൂക്കിയിടുന്നതും പതിവാണ്. പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, പല കടകളിലും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നാരങ്ങ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതെന്താണെന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുമുണ്ടാകും. നമ്മൾ പറയുകയുണ്ടായി, നാരങ്ങ എന്നത് വശ്യമാണെന്ന്. കടകളിൽ അങ്ങനെ ചെയ്യുന്നത് വെറുതെ കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടാക്കാനല്ല. നാരങ്ങ ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ ഒരു ഊർജം അനുഭവപ്പെടുന്നു. ഇത് കടകളിലേക്ക് നിറയെ ആളുകൾ വരാനും ഒരു കാരണമാകുന്നു. നെഗറ്റീവ് ഊർജത്തെ പൂർണ്ണമായും ഒഴിവാക്കി പോസിറ്റീവ് ഊർജത്തെ നിലനിർത്തുന്നു. സ്ഥാപനങ്ങളിലേക്ക് സമ്പത്ത് വരാനും കാരണമാകുന്നു. ചിലയിടങ്ങളിൽ നാരങ്ങ കെട്ടിത്തൂക്കിയിടുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ്. വിവാഹ സദ്യയ്ക്ക് ശേഷം നാരങ്ങ കൊടുക്കുന്ന വിധിക്ക് പുറകിലും ഇതുതന്നെയാണ്. നാരങ്ങ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രം പോരാ, ദിവസവും വെള്ളവും നാരങ്ങയും മാറ്റണം. നെഗറ്റീവ് ഊർജത്തെ നീക്കി സ്ഥാപനങ്ങളിലേക്ക് ആള് വരാനും അതുപോലെ തന്നെ ധനമുണ്ടാകാനും പറ്റിയ ഒരു മാർഗമാണിത്. വീടുകളിലും ഇങ്ങനെ ചെയ്യാം. വീട്ടിലുള്ള നെഗറ്റീവ് എനർജി മാറ്റി ധനമുണ്ടാകാൻ ഇത് വളരെ നല്ലതാണ്. കിണറ്റിൽ നിന്നും കോരിയെടുക്കുന്ന ശുദ്ധമായ വെള്ളത്തിൽ നാരങ്ങ ഇടുന്നതാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത്. നാരങ്ങ, വെറ്റില, രുദ്രാക്ഷം, ശംഖ്, കരിങ്ങാലി എന്നിവയെല്ലാം വശ്യത്തിന് വളരെ നല്ലതാണ്. ജനവശ്യമാണ് നാരങ്ങ. ആളുകളെ ആകർഷിക്കാനും പണം നേടാനും നാരങ്ങ വളരെ നല്ലതാണ്.